സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇന്നും നമ്മുടെ ന്യൂസ് ചാനലിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മനുഷ്യർ അവർ സങ്കടം അനുഭവിക്കുമ്പോൾ, അവർ വേദനിക്കുമ്പോൾ, വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കുവാൻ, കരയുന്നവരോടൊപ്പം കരവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇറാനിലെ ജനത വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു ഭാഗത്ത് ഭരണകൂടം അവരുടേതായ ന്യായങ്ങൾ പറയുന്നു, പ്രതിഷേധക്കാർ അവരുടേതായ ന്യായങ്ങൾ പറയുന്നു. സത്യം ഏതെന്ന് ദൈവത്തിന് മാത്രമറിയാം. പക്ഷേ പീഡനം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ജനത, അവരെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വാർത്ത. മാധ്യമങ്ങളൊക്കെ ഓരോ വിധത്തിലുള്ള വാർത്തകൾ മുൻപിലേക്ക് എത്തിക്കുവാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഈ പ്രതിഷേധക്കാരിൽ മരിച്ചു വീണവരുടെ സംഖ്യ തന്നെ പല മാധ്യമങ്ങളും പല വിധത്തിലാണ് സ്ഥിരീകരിക്കുന്നത്. ഇറാനിലെ ഔദ്യോഗിക ഗവൺമെൻറ് മാധ്യമങ്ങൾ അവ പുറത്തുവിടുന്ന സംഖ്യ 1000-ഓ 2000-ഓ ഒക്കെയാണെങ്കിൽ, മറ്റ് ചില മാധ്യമങ്ങൾ പറയുന്നു ആ കണക്കുകളൊന്നും സത്യമല്ല, 10,000-ൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും ഒരു വിധത്തിൽ വിശ്വസിക്കുവാൻ പറ്റുന്ന മാധ്യമങ്ങളൊക്കെ പറയുന്ന സംഖ്യ ആയിരങ്ങളാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇറാനിൽ മരിച്ച് വീണുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പിൽ കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. അതിനകത്ത് പറയുന്നത്, ചുറ്റും രക്തച്ചൊരിച്ചിലാണ്, എല്ലായിടത്തും കലാപം നടക്കുന്നു. ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പക്ഷമനുസരിച്ച് കഴിഞ്ഞ 2 ദിവസമായി റയോട്ടോ കലാപമോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയല്ല. ഒരു ഭാഗത്ത് കലാപങ്ങളുണ്ടാകുന്നു, പ്രൊട്ടസ്റ്റിന് നേരെ നിറയൊഴിക്കുന്ന വെടിയുണ്ടകൾ ഏറ്റ് അനേകർ മരിക്കുന്നു, അതോടൊപ്പം തന്നെ എക്സിക്യൂഷൻസ് നടക്കുന്നു. ഇതൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പ്രൊട്ടസ്റ്റ് ചെയ്തവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അത് വേഗത്തിൽ വിചാരണ നടത്തി എക്സിക്യൂഷൻസോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികളോ സ്വീകരിക്കുമെന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ ഇറാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അൽ ജസീറ പോലെയുള്ള ഈ അറബ് മാധ്യമങ്ങൾ പോലും ഇറാനിൽ നടക്കുന്ന ഈ പ്രതിഷേധത്തിൻ്റെ, അവിടെ നടക്കുന്ന ഈ മനുഷ്യ അവകാശ ലംഘനങ്ങളുടെ വാർത്തകൾ, എത്രയോ പേരാണ് കൊല്ലപ്പെടുന്നത് എന്ന വാർത്തകൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം CBN ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിൽ ഒരു ഇറാനിൽ നിന്ന് ഒളിച്ചോടി പുറത്തു വന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം കണ്ണുനീരോടുകൂടെ പറയുന്ന കുറേ അനുഭവങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. അതായത് ഇറാനിൽ നിന്ന് സാറ്റലൈറ്റ് ഫോൺ വഴി പുറത്തു വന്ന ചില ശബ്ദരേഖകൾ, അതായത് ചില ആളുകൾ അവിടെ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നവർ അങ്ങനെ അനധികൃതമായിട്ടാകാം, നിയമപരമായിട്ടല്ലായിരിക്കാം, മറ്റ് രാജ്യങ്ങളുടെ ചാര സംഘടനകൾ അവിടെ കൊടുത്തിട്ടുള്ള ഫോണുകളാകാം, സാറ്റലൈറ്റ് ഫോണുകൾ വഴി പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുമ്പോൾ, ഇൻ്റർനെറ്റ് ഒന്നുമില്ലാതിരിക്കുമ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് എളുപ്പമല്ലല്ലോ. അങ്ങനെ വന്ന ചില ശബ്ദരേഖകൾ അത് മനസ്സിലാക്കി തരുന്നത് ഇറാനിൽ നമ്മളൊക്കെ പുറമേ നിന്ന് കേൾക്കുന്നതിലൊക്കെ അപ്പുറമായ വലിയ ഒരു ആഭ്യന്തര കലാപമാണ് നടക്കുന്നത്. അമേരിക്ക വേഗത്തിൽ തന്നെ ഇടപെടും എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഇറാൻ ജനത അതിന് തയ്യാറാകുവാൻ ഇറാനിലെ ഭരണകൂടവും പറയുന്നുണ്ട്. വേണമെങ്കിൽ ഇറാൻ നേരിടുമെന്നും, ഒരു യുദ്ധം വന്നാൽ നേരിടുമെന്നും ഒക്കെ ഇറാൻ ഗവൺമെൻറ്റും പറയുന്നുണ്ട്. ഇറാൻ അറബ് ദേശങ്ങളിലെ സൗദി അറേബ്യയോടും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളോട്, തുർക്കിയോടുൾപ്പെടെ ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ഈ അറബ് ദേശങ്ങളിലുള്ള അമേരിക്കയുടെ സ്ഥലങ്ങൾ, അതായത് അമേരിക്കയുടെ മിലിറ്ററി പ്രസൻസ് ഉള്ള സ്ഥലങ്ങൾ ഇറാൻ ആക്രമിക്കുമെന്ന് ഈ അറബ് ദേശങ്ങളോട് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ വളരെ കലുഷിതമാകുന്ന ഒരു അന്തരീക്ഷമാണ് മധ്യ പൗരസ്ത്യ ദേശത്തുള്ളത്. 2026 തുടങ്ങിയത് തന്നെ വെനസ്വേലയുടെ വാർത്ത കേട്ട്, പിന്നെ ഇറാനിലെ കലാപത്തിൻ്റെയൊക്കെ വാർത്ത കേട്ടുകൊണ്ടാണ്. ഈ വർഷം എങ്ങനെയുള്ള ഒരു വർഷമായിരിക്കുമെന്നുള്ളത്
തുടക്കത്തിൽ തന്നെ നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയം. ഇറാനിയൻ പാസ്റ്റർ താൻ വന്ന് പറയുന്നത്, ഇറാന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇറാന് വേണ്ടി മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ്. നൈജീരിയയിൽ കഴിഞ്ഞ ദിവസവും ഫുലാനി ഭീകരർ 13 ക്രിസ്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്തു. ഈ കഴിഞ്ഞ ദിവസവും ഇന്ത്യയിൽ ഒരു പാസ്റ്റർ കുടുംബം അറസ്റ്റിലായതായി വാർത്ത കേൾക്കുന്നു. ലോകം മുഴുവൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ്. ഒരു സമാധാനവും ലോകത്തിലില്ല എന്ന വിധത്തിൽ ഇതൊക്കെ അന്ത്യകാല ലക്ഷണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കുന്നതിനോട് ഒപ്പം ഈറ്റുനോവിൻ്റെ ആരംഭമല്ല, ഈറ്റുനോവിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് ഉള്ളതിനോട് ഒപ്പം സമാധാനത്തിനു വേണ്ടി കുറഞ്ഞപക്ഷം സഭഭൂമിയിൽ ഉള്ളിടത്തോളം ഭൂമിയിൽ നിലനിൽക്കേണ്ട സമാധാനത്തിൻ്റെ വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന ഒരപേക്ഷ. അതാണ് ഈ ഇറാനിയൻ പാസ്റ്ററിനൊക്കെ ലോകത്തോട് ആവശ്യപ്പെടുവാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇറാൻ അലൈവ് മിനിസ്ട്രിയുടെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നല്ലോ. ആ വീഡിയോയിൽ അദ്ദേഹവും പറയുന്നത്, ഇറാന് ഈ കാലഘട്ടത്തിൽ ആവശ്യം നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ഹോർമസ് ഷരാത്ത് എന്ന് പറയുന്ന ആ ഒരു ഇറാൻ അലൈവ് മിനിസ്ട്രിയുടെ സ്ഥാപകൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇറാനിൽ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യൻസുമുണ്ട് എന്ന് അദ്ദേഹം പറയുവാനിടയായി തീർന്നു. അതുകൊണ്ട് ശക്തമായ പ്രാർത്ഥന ആ ദേശത്തിനു വേണ്ടി മാത്രമല്ല, കലുഷിതമാകുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ദേശങ്ങളുണ്ട്. നൈജീരിയയും സുഡാനും ബംഗ്ലാദേശും അങ്ങനെ നമ്മുടെ ചുറ്റുമൊക്കെ ഒത്തിരി രാഷ്ട്രങ്ങൾ വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ആ ദേശങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാം. ദൈവം ഒരു നീക്കുപോക്ക്, ഒരു ഒഴിവ്, ഒരു അവസരം കൂടെ ഈ രാജ്യങ്ങൾക്കൊക്കെ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.